മന്ദാന്തോളിത ഹേമകുണ്ടലമണി ശോണപ്രഭാമണ്ഡലം കാഞ്ചീദാമപരീതപീതവസനം സംസക്തമുക്താവലിം കുന്ദീനന്ദനസാരഥിം കരതലാലംബി പ്രദോദാഞ്ചിതം വന്ദേ നന്ദതനൂജമംബരനദീനാഥം രമാവല്ലഭം അമ്പരപ്പുഴ ശ്രീകൃഷ്ണാശരണം ശ്രീപാർത്ഥസാരഥേ ശരണം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഹരിയും. കഴിഞ്ഞ ദിവസം നമ്മൾ സത്വഗുണിയായിട്ടുള്ള ആത്മാക്കളുടെ ആ അവസാന യാത്ര അല്ലെങ്കിൽ ദേഹത്തിനെ ത്യജിക്കണ സമയത്ത് ആ ആത്മാവ് സത്വഗുണിയാണെങ്കിൽ അത് പോണ വഴി ഏതായിരിക്കും, അതിന് ഏത് ഗതിയാണ് കിട്ടുക എന്നാണ് നമ്മൾ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചത് അല്ലേ, മനസ്സിലാക്കാൻ ശ്രമിച്ചത്. അപ്പം ആ സത്വഗുണിയായിട്ടുള്ള ആത്മാവ് പോണത് പുണ്യഭൂമികളിലേക്കാണ്. ദേവതയായിട്ട് ഋഷിമുനികളുടെ ആ ആ ലോകങ്ങളിൽ ഇവർക്ക് ജന്മം കിട്ടും എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് അല്ലേ. ഇനി രജോ ഗുണികളും തമോ ഗുണികളുമായിട്ടുള്ള അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ എന്ത് സ്വഭാവമാണോ അവസാന സമയം തന്നെയോ അല്ലേ, ഒന്ന് പ്രത്യേകമൊന്നും ആവാൻ പോണില്ല. അപ്പോൾ ജീവിതകാലം മുഴുവൻ ഒരു വ്യക്തി രജോ ഗുണിയാണെങ്കിൽ അവസാനത്തെ ആ യാത്ര സമയത്തും അല്ലെങ്കിൽ ശരീരം ത്യജിക്കണ സമയത്തും അവർ രജോ ഗുണിയായിട്ട് തന്നെയാവും. അപ്പം കൂടുതൽ രജോ ഗുണിയാവും അല്ലേ. അപ്പം അതേമാതിരി തമോ ഗുണിയാണെങ്കിൽ തമോ ഗുണം അപ്പം കൂടുതൽ അവർക്ക് ആ മനസ്സിൽ തങ്ങി നിൽക്കും. അപ്പം അങ്ങനത്തെ ഗതി എന്താവും എന്നാണ് ഇനി ഉള്ള ശ്ലോകങ്ങളിലൊക്കെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. രജസി പ്രളയം ഗത്വാ കർമ്മസംഗിഷു ജായതേ തഥാ പ്രലീനസ്തമസി മൂഢയോനിഷു ജായതേ. രജസി പ്രളയം ഗത്വാ, രജോ ഗുണത്തിൽ മുഴുകിയ സമയത്തിൽ ആണ് ഒരു ശരീരത്തിനെ ഒരാത്മാവ് ത്യജിക്കണം എങ്കിൽ ആ സമയത്ത് മരണത്തിനെ പ്രാപിക്കണമെങ്കിൽ കർമ്മസംഗിഷു ജായതേ. കർമ്മസംഗിഷുകൾ എന്ന് പറഞ്ഞാൽ കർമ്മ ആസക്തന്മാരുടെ ഇടയിൽ, വളരെയധികം രജോ ഗുണികളായിട്ടുള്ളവരുടെ ഇടയിൽ തന്നെ ജന്മം കിട്ടും. ജായതേ, അവിടെ ജനിക്കുന്നു, മനുഷ്യരുടെ ഇടയിൽ ജനിക്കുന്നു എന്ന് വേണം പറയാൻ. അല്ലെങ്കിൽ കാരണം മനുഷ്യരെപ്പോഴും അധികവും രജോ ഗുണികൾ തന്നെയാണ്. അവർ കർമ്മ വാസന കൂടുതലുള്ള കർമാസക്തന്മാരാണ്. അപ്പം അവരുടെ ഇടയിൽ അവർക്ക് ജന്മം വരും. അതും കൂടുതൽ കർമ്മകാണ്ഡികളായിട്ടുള്ള അല്ലെങ്കിൽ ഫലാസക്തരായിട്ടുള്ള വ്യക്തികളുടെ ഇടയിൽ ജന്മം കിട്ടും. കർമ്മം ചെയ്യാതിൻ്റെ ഫലം വേണം എന്നുള്ള ആ ബോധത്തിലുള്ളവരുടെ. തഥാ തമസി ലീന, അപ്രകാരം തമോ ഗുണികളായിട്ടുള്ളവർ അല്ലെങ്കിൽ തമോ ഗുണത്തിൽ ലീനരാവുക. അങ്ങനെ ആ തമോ ഗുണത്തിൽ അങ്ങോട്ട് മുഴുകിയിട്ടുള്ളവരാണെങ്കിലോ അവരോ മൂഢയോനിഷു ജായതേ. യോനികളിൽ മൂഢയോനികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? തിര്യക്കകൾ, പക്ഷി മൃഗാദികളായിട്ടുള്ള ആ വിഭാഗത്തിലേക്ക് അവർക്ക് ജന്മം കിട്ടിയേ മതിയാവുള്ളൂ. അവരതിലേക്ക് തന്നെയാവും പോവുക. ഇപ്പം രജോ ഗുണത്തോടുകൂടെയാണ് ഒരു വ്യക്തി മരിക്കുന്നത് എങ്കിൽ ഫലം ഉദ്ദേശിച്ച് കർമ്മങ്ങൾ ചെയ്യുന്നവർക്കിടയിൽ ജനിക്കും. തമോ ഗുണത്തോടെ മരിക്കുന്നവരാകട്ടെ പക്ഷി മൃഗാദികളായിട്ടാണ് പിറക്കുക. അല്ല, അതിലും അധികം ജഡ സ്വഭാവമാണ്. മുഴുകിയ തമോ ഗുണിയാണെങ്കിലോ അപ്പോൾ സ്ഥാവരങ്ങളായിട്ടുള്ള വൃക്ഷലതാദികളായിട്ട് ജനിക്കേണ്ടി വരും. ഒരിക്കലും മനുഷ്യനായിട്ട് ജനിച്ചു, ഒരു ജീവാത്മാവിന് മനുഷ്യജന്മം കിട്ടി, വളരെ ദുർലഭവും മാനുഷോ ദേഹ എന്നാണ് പറയുന്നത് അല്ലേ. വളരെ ദുർലഭമായിട്ടാണ് ഈ മനുഷ്യ ശരീരം കിട്ടുക. ഇത്ര എളുപ്പമല്ല ഒരു മനുഷ്യജന്മം കിട്ടല്. ഒരിക്കൽ കിട്ടി, അടുത്ത ജന്മവും മനുഷ്യൻ തന്നെയാവും എന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ല. അതൊന്ന് മുകളിലേക്ക് പോവാൻ കുറേ പ്രയാസം. അല്ലെങ്കിൽ എന്ത് സാധനത്തിന് നമുക്ക് മുകളിലേക്ക് കയറ്റാൻ കുറച്ച് പ്രയാസമാണല്ലേ. ഇപ്പം നമ്മൾ വെള്ളത്തിന് കീഴ്പ്പെട്ട് കൊണ്ടുപോകാൻ ഒരു പ്രയാസമില്ല. അത് ഒഴിച്ചു കൊടുത്താൽ മതി, അതങ്ങനെ ഒഴുകി കീഴ്പ്പെട്ട് പോക്കോളും. പക്ഷെ അതേ വെള്ളത്തിനെ നമുക്ക് മുകളിലേക്ക് കയറ്റണമെങ്കിലോ അതിന് നല്ല പ്രയാസങ്ങൾ എടുക്കണം. അതിന് മോട്ടോർ വെക്കേണ്ടി വരും, അല്ലെങ്കിൽ
അങ്ങനത്തെ ഉള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അതുമാതിരി തന്നെ ആ മനസ്സും നമ്മുടെ ഒരു ജലം മാതിരിയാണ്. കാരണം അതല്ലേ, മനസ്സിനും ജലത്തിനും നമ്മൾ നല്ല ബന്ധം കേട്ടിട്ടുണ്ട്. എന്താണ് ഈ ചന്ദ്രനും മനസ്സും തമ്മിൽ നല്ല അടുപ്പാണ്, ചന്ദ്രനും വെള്ളവും തമ്മിൽ അല്ലേ. വേലിയേറ്റം വേലിയിറക്കമൊക്കെ ചന്ദ്രനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ലേ. അതുമാതിരി തന്നെയാണ് മനസ്സിനും. അപ്പം മനസ്സിൻ്റെയും വെള്ളത്തിൻ്റെയും ഏതാണ്ട് ഒരേ സ്വഭാവമാണ്. അതിന് കീഴോട്ട് പോകാൻ വലിയ താല്പര്യം, മുകളിലേക്ക് കയറാൻ അതിന് പ്രയാസമാണ്, അതിന് കുറച്ച് പ്രയത്നിക്കണം, അതിനകത്ത് തയ്യാറല്ല. അപ്പോൾ ആ താഴ്ന്ന പടികളിലേക്ക് ഇറങ്ങുകയില്ല എന്ന് നമ്മൾ വിശ്വസിച്ചുകൂടാ. നമ്മുടെ മനസ്സ് നമ്മളെ ഏത് തലത്തിലേക്ക് വേണം കൊണ്ടുപോകാൻ കഴിവാണ്. മനം ഏവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോ എന്ന് പറഞ്ഞത് അല്ലേ. നമ്മളെ ദേവലോകത്തേക്ക് വൈകുണ്ഠം വരെ കൊണ്ടുപോകാൻ ഈ മനസ്സാണ്. അതേമാതിരി നമ്മളെ മൂഢയോനികളിലേക്ക്, പക്ഷി മൃഗാദികളല്ല, ഇനിയിപ്പം വെറും ചെടികളായിട്ട് ജനിക്കാനും നമ്മളെ നിർബന്ധിതരാക്കുന്നത് ഈ മനസ്സ് തന്നെയാണ്. അപ്പോൾ ആ തെറ്റിദ്ധാരണ ശരിയല്ല എന്നാണ് പറയണത്. ഒരിക്കൽ മനുഷ്യ ജന്മം കിട്ടിയാൽ എന്നൊക്കെയോ ആയിട്ട് കിട്ടി, ഈ ശരീരം വിട്ടു വേറൊരു ശരീരം മനുഷ്യനെയാവും, ഒരു ഗ്യാരണ്ടി ഇല്ല. അപ്പം തമോ ഗുണം വർദ്ധിക്കുമ്പോൾ മനുഷ്യൻ മരിച്ച ശേഷം മൃഗരൂപത്തിലുള്ള ജീവിതത്തിലേക്ക് തരം താഴ്ത്തപ്പെടുന്നു എന്നാണ് ഈ ശ്ലോകം നമുക്ക് പറഞ്ഞു തരുന്നത് അല്ലേ. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പലരും മൃഗങ്ങളുടെ സ്വഭാവമാണ് അല്ലേ. കണ്ടവരുടെയൊക്കെ നേരെ ദേഷ്യപ്പെടുക, ചാടുക, ചിലർക്ക് മൂർഖനെമാതിരിയുള്ള സ്വഭാവം, അപ്പോൾ മൂർഖനായിട്ട് ജനിക്കേണ്ടി വരും. കണ്ടവരെ നേരെയൊക്കെ ചാടിയിട്ടുണ്ടെങ്കിൽ അപ്പം പട്ടിയായിട്ട് ജനിക്കേണ്ടി വരും. അത് ഞാനല്ല പറയുന്നത്, ഇതിൽ ശ്ലോകത്തിൻ്റെ അന്തരാർത്ഥം അങ്ങനെയാണത്. കർമ്മണ സുകൃതസ്യാഹു സാത്വികം നിർമ്മലം ഫലം രജസസ്തു ഫലം ദുഃഖം അജ്ഞാനം തമസ ഫലം. സുകൃതസ്യ കർമ്മണ ഫലം നിർമ്മലം. സുകൃതമായിട്ടുള്ള സാത്വികമായിട്ടുള്ള കർമ്മങ്ങളുടെ ഫലം എന്താണ്? നിർമ്മലവുമാണ്. നിർമ്മലം സാത്വികം എന്നാണ് പറയുന്നത്. നിർമ്മലവുമാണ്, വളരെ പവിത്രമാണ്, സാത്വികവുമാണ്. സാത്വികം എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ സരളവുമാണ്, വളരെ ആർക്കും മനസ്സിന് സന്തോഷം നൽകുന്നതുമാണ്. എന്ത്? സുകൃത കർമ്മങ്ങൾ അഥവാ പുണ്യകർമ്മങ്ങൾ, സാത്വികമായ കർമ്മങ്ങൾ നമുക്ക് തിരിച്ചു തരും. എന്താണ്? സാത്വികത തന്നെയാണ്. നമ്മൾ എന്താ അങ്ങോട്ട് കൊടുത്തുവോ വിത്തായിട്ട് അതന്നെയല്ലേ തിരിച്ചു കിട്ടുക. ഒരു കർമ്മത്തിൻ്റെ ബീജത്തിൽ എന്താണ്? സാത്വികമാണെങ്കിൽ അതിൻ്റെ ഫലവും എന്താവും? സാത്വികമാവും. രജ ഗുണത്തിലുള്ളതാണെങ്കിൽ അതിൻ്റെ വിത്ത് വെച്ചാലോ അതിൻ്റെ ആ കർമ്മത്തിൻ്റെ ബീജമായിട്ട് ഇരിക്കുന്നത് രജോ ഗുണമാണെങ്കിൽ അപ്പോൾ നമുക്ക് കിട്ടുന്ന ഫലങ്ങളും രജോ ഗുണികളാവും. അത് ദുഃഖം തരുന്നതായിരിക്കും. തമോ ഗുണത്തിൻ്റെ പറയും വേണ്ട. തത്വദർശിന ആഹു, ഇതാരാ പറയണത്? തത്വദർശികളായിട്ടുള്ളവർ അഥവാ തത്വജ്ഞാനികളായിട്ടുള്ളവരാണ് ഇത് പറഞ്ഞിട്ടുള്ള. സാധാരണക്കാരല്ല, വലിയ വലിയ ഋഷികളും മുനികളുമായിട്ടുള്ള തത്വജ്ഞാനികളാണ് ഈ കാര്യം പറഞ്ഞത്. കാരണം സത്വഗുണത്തിൻ്റെ ഫലം സത്വഗുണമാണ്, രജോ ഗുണത്തിൻ്റെ ഫലം രജോ ഗുണമാണ്. രജസ ആ രജോ ഗുണത്തിൻ്റെ ആവട്ടെ ഫലം ദുഃഖവുമാണ്. രജോ ഗുണത്തിന് വേണ്ടി നമ്മളിപ്പോൾ ഒരു രജോ ഗുണിയായിട്ട് എന്തെങ്കിലും ഒരു കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് പ്രയത്നം എടുക്കണം അത്. എന്നിട്ട് ആ പ്രയത്നത്തിൻ്റെ ഫലം നമുക്ക് അനുകൂലമാവും എന്ന് നമ്മൾക്ക് പറയാൻ പറ്റില്ല അല്ലേ. എന്തെങ്കിലും ഒരു സത്വഗുണമായിട്ട് നമ്മൾ ദാനം, പുണ്യം, അഥവാ ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് അത് നമുക്ക് മനസ്സിന് സന്തോഷം തരണതാവും. ഇവിടെ മനസ്സിൻ്റെ സന്തോഷത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ആ കാര്യം കുറേ പ്രയത്നിച്ചിട്ടൊരു കാര്യം ചെയ്തു, പക്ഷേ അതിൻ്റെ ഫലം നമുക്ക് അനുകൂലമാവണമെന്ന് നിർബന്ധമില്ല. പ്രതികൂലമായി അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച അത്ര സക്സസ് അതിൽ കിട്ടിയില്ല, അപ്പം എന്താ ഉണ്ടാവുക? ദുഃഖമാണ് ഉണ്ടാവുക. അപ്പം ആ തത്വജ്ഞാനികൾ എന്താ പറയണത്? രജസത്വ ഫലം ദുഃഖം, രജോ ഗുണത്തിൻ്റെ ഫലം ദുഃഖമാണ്. തമസിൻ്റെ ഫലം അജ്ഞാനം. തമോ ഗുണത്തിൻ്റെ അല്ലെങ്കിൽ തമോ ഗുണിയായിട്ടൊരു കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലം അജ്ഞാനമാണ്. സത്കർമ്മത്തിൻ്റെ ഫലം വിശുദ്ധമാണ്, പരിശുദ്ധമാണ്. അത് സാത്വിക ഗുണം വീണ്ടും വർദ്ധിപ്പിക്കുന്നതാണ്. സാത്വികമായിട്ടൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഗുണം വർദ്ധിച്ച് വരും. അതുമാതിരി രജോ ഗുണമായിക്കോട്ടെ തമോ ഗുണമായിക്കോട്ടെ, രജോ ഗുണത്തിൽ നിന്ന് ചെയ്യുന്ന ആ പ്രവൃത്തികൾ, ആ പ്രയത്നങ്ങളെല്ലാം എന്താണ്? അതിൻ്റെ ദുഃഖം ഫലമായിരിക്കും എന്ന് കിട്ടുക. ദുഃഖമായിരിക്കും അതിൻ്റെ ഫലം. കാരണം എന്താണ്? അത് പൂർണ്ണമായിക്കൊള്ളുന്നില്ല. ഇനി പൂർണ്ണമായാൽ തന്നെ നമ്മുടെ ആ വ്യക്തിയുടെ മനസ്സ് സന്തോഷിച്ചോളണമെന്നില്ല.
അല്ലേ, എനിക്ക് കുറച്ചും കൂടി ആവായിരുന്നു എന്നുള്ള ഒരിക്കലും ആ തൃപ്തി കിട്ടില്ല. തമോ ഗുണത്തിലെ പ്രവർത്തനങ്ങളുടെ ഫലം മൗഢ്യം. തമോ ഗുണത്തിലെ അലസതയില്, പ്രമാദത്തില്, ഉന്മാദത്തില് എന്തെങ്കിലും ഒരു കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക? അതിൻ്റെ ഫലം മൗഢ്യമാവും. മൗഢ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൃപ്തി. വേണ്ടിയിരുന്നില്ല എന്നുള്ളത്. പിന്നെ അജ്ഞാനം. അജ്ഞാനത്തിനെ പറ്റി നമ്മൾ ഇതിനു മുമ്പിൽ പലപ്പോഴും കേട്ടിട്ടുണ്ട്. രാഗം, ദ്വേഷം, അഭിനിവേശം, മിഥ്യാഗ്രഹം. മിഥ്യാഗ്രഹം എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധാരണയായിട്ടുള്ളത്, എന്ത് കാര്യത്തിനെയും തെറ്റായിട്ട് മനസ്സിലാക്കുന്നത്. പിന്നെ അസ്മിത, അഭിമാനം. ഞാൻ ആത്മാവാണെന്നുള്ള ഭാവമല്ല, ഞാൻ ഈ ശരീരമാണ് ഞാൻ ഇതാണ്, ഞാൻ ആ പദവിയിലാണ്, ഈ പദവിയിലാണ് എന്നുള്ളത്. പിന്നെ കിട്ടുന്ന ഭയം, അല്ലേ? തമോ ഗുണ അജ്ഞാനത്തിൽ ഭയത്തിന് കാരണം തന്നെ അജ്ഞാനമാണ്. ഇവിടെ വേറെ ഒന്നുമില്ല. ഭഗവാന്റെ തന്നെ വിസ്താരമാണ് ഇതെല്ലാം എന്ന് വിചാരിച്ച ആരെ ഭയക്കാനാണ്, അല്ലേ? സാത്വികമായിട്ടൊരു കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഭയം തോന്നില്ല. രജോ ഗുണത്തിനും തമോ ഗുണത്തിനും ദുഃഖത്തിൻ്റെ കൂടെ തന്നെ എന്തുണ്ടാവും? ഭയവും ഉണ്ടാവും. അപ്പൊ സത്വഗുണത്തിൽ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം വിശുദ്ധങ്ങളാണ്. തന്മൂലം മോഹമുക്തരായിട്ടുള്ള ഋഷികൾ. മോഹത്തിൽ നിന്ന് അവർ മുക്തരാണ്. മോഹം എന്ന് പറഞ്ഞാൽ എന്താണ്? ആസക്തി മുക്തരാണ് അവര്. അത് കാരണം അവർ സന്തുഷ്ടരാണ്. അവർക്കൊന്നും പ്രതീക്ഷയില്ല. നമ്മളെ ദുഃഖിപ്പിക്കുന്നത് എന്താ? എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ. നമ്മൾ എത്രത്തോളം പ്രതീക്ഷ അങ്ങനെ വളർത്തിക്കൊണ്ടുവരണു, അത്രത്തോളം ദുഃഖമേ നമുക്ക് കിട്ടുള്ളൂ. പക്ഷേ ഋഷികൾക്കും മുനികൾക്കും ഒരു പ്രതീക്ഷയില്ല. ആരുടെ നിന്നും ഒന്നും പ്രതീക്ഷിക്കണില്ല. അത് കാരണം അവർക്കൊന്നും ദുഃഖവുമില്ല. രജോ ഗുണത്തിൻ്റെ സ്വഭാവമുള്ള കർമ്മങ്ങളാകട്ടെ തികച്ചും ദുഃഖകരങ്ങളാണ്. ആ രജോ ഗുണത്തിൻ്റെ ഫലം ദുഃഖമായിട്ട് വരും. അത് തമോ ഗുണത്തിൻ്റെ വളരെ മൗഢ്യവും അജ്ഞാനവും പ്രദാനം ചെയ്യുന്നതാണ്. സത്വാ സഞ്ജായതേ ജ്ഞാനം രജസോ ലോഭ ഏവ ച പ്രമാദമോഹൗ തമസോ ഭവതോ അജ്ഞാനമേവ ച. സത്വാജ്ഞാനം രജസ ലോഭം സഞ്ജായതേ. സത്വഗുണത്തിൽ നിന്ന് ജ്ഞാനവും രജോ ഗുണത്തിൽ നിന്ന് ലോഭവും സഞ്ജായതേ ജനിക്കുന്നു, അഥവാ ഉണ്ടാവുന്നു. സത്വഗുണത്തിൽ നിന്ന് നമുക്ക് ജ്ഞാനം ലഭിക്കണം. പ്രകാശം എന്ന് പറഞ്ഞാൽ തന്നെ ജ്ഞാനമാണ്. ആ സത്വഗുണത്തിൽ നിന്ന് നമുക്ക് അതിൻ്റെ ഫലമായിട്ട് എന്താ കിട്ടുക? ജ്ഞാനം കിട്ടും. രജോ ഗുണത്തിൽ അതാണ് ലോഭം ഉണ്ടെങ്കിൽ അവിടെ ദുഃഖമേ ഉണ്ടാവുള്ളൂ. 10 കിട്ടുകിൽ 100 മതിയെന്നും 100 കിട്ടുകിൽ 1000 വേണമെന്നാവും, അല്ലേ? 1000 കിട്ടിയാലോ 10000. പിന്നെ അതിനൊരു അവസാനമില്ല. അതങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ലോഭത്തിന് ഒരിക്കലും അവസാനമില്ല. അപ്പോൾ 10 കിട്ടാൻ വേണ്ടിയിട്ടുള്ള പണിയെടുത്തിട്ട് 10 കിട്ടിയാലും അവിടെ തൃപ്തി കാണില്ല, സന്തോഷം കാണില്ല. അയ്യോ, കുറച്ചും കൂടി പ്രയത്നിച്ചിരുന്നെങ്കിൽ എനിക്ക് 100 കിട്ടായിരുന്നു, അല്ലേ? 99 ഉറുപ്പ്യ കയ്യിലുണ്ട്. അയ്യോ, 1 ഉറുപ്പ്യയും കൂടി ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് 100 ആക്കായിരുന്നു. എന്നാൽ 100 ആയോ ആ വ്യക്തി ശാന്തനാവോ? ഇല്ല. അപ്പോൾ പറയാം, അവരുടെ 1000 ഉറുപ്പ്യ ഉണ്ട്, എനിക്ക് 1000 ഉറുപ്പ്യ വേണം, എനിക്ക് 1000 ഉറുപ്പ്യ വേണമെന്നോ. അപ്പം അങ്ങനെ അതിന് രജോ ഗുണത്തിൽ നിന്ന് കിട്ടുന്ന ലാഭം എന്താണ്? അതിൻ്റെ ഫലം ലോഭമാണ്. ലോഭത്തിൽ നിന്ന് ദുഃഖം തന്നെ ഉണ്ടാവുള്ളൂ. തമോ ഗുണത്തുനിന്നോ പ്രമാദമോഹവും അജ്ഞാനം ഏവച്ച. ആ തമോ ഗുണത്തുനിന്ന് പ്രമാദം എന്ന് പറഞ്ഞെങ്കിൽ മൗഢ്യം, ആലസ്യം. എപ്പോഴും മൗഢ്യം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? നിഷ്ക്രിയത എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ ഗ്ലാനി എന്ന് വേണമെങ്കിൽ പറയാം. നിഷ്ക്രിയനായിട്ട് ഇങ്ങനെ ഇരിക്കുക, മൗഢ്യമായിട്ട് ഇങ്ങനെ ഇരിക്കുക, അലസനായിട്ട് ഇങ്ങനെ ഇരിക്കുക, അല്ലെങ്കിൽ ഉന്മാദ്യമാതിരി കാട്ടിക്കൂട്ടുക. പലരുണ്ട്. ചിലർ മൗഢ്യത്തിൽ ഇങ്ങനെ പ്രമാദത്തിലും ആലസ്യത്തിലിരിക്കും. ചിലർ ഉന്മാദ്യമാരി അങ്ങനെ ഒട്ടും ഒതുങ്ങിയിരിക്കില്ല. അവർ അതെന്ന രജോ ഗുണമായിട്ടുള്ള ഒരു ഇതാണ്. അതല്ലേ ഇനി എന്ന് പറഞ്ഞാൽ എല്ലാം ചെയ്യണത് അല്ലെങ്കിൽ പറയണതൊന്നും ഒരു ബോധപൂർവം ആവില്ല. മോഹവും ഉണ്ടാവും അവർക്ക്. മോഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ആസക്തി. ഇതും പണിയെടുക്കാൻ വയ്യ, പക്ഷെ എല്ലാ കാര്യങ്ങളും നന്നായി നടക്കും വേണം. അജ്ഞാനമേവ ച ഭവത. അജ്ഞാനം പറഞ്ഞുള്ളൂ എൻ്റെ മുമ്പത്തെ ശ്ലോകത്തിൽ. അജ്ഞാനം എന്തൊക്കെയാണെന്നുള്ളത്, അല്ലേ? അതും സംഭവിക്കണു, അതൊന്ന് പ്രകടമാവണു. ഇതൊക്കെ തന്നെയാണ് അതിന്ന് കിട്ടുന്ന അതിൻ്റെ ഫലം. അപ്പം സത്വഗുണത്തിൽ നിന്ന് യഥാർത്ഥമായിട്ടുള്ള ജ്ഞാനവും രജോ ഗുണത്തിൽ നിന്ന് ലോഭവും തമോ ഗുണത്തിൽ നിന്ന് പ്രമാദവും മോഹം മൗഢ്യം
പ്രമാദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലസത, ആസക്തി അല്ലെങ്കിൽ നിഷ്ക്രിയത, ഇതെല്ലാം അതിന്ന് പ്രകടമാവുന്നു. ഊർധ്വം ഗച്ഛന്തി സത്വസ്ഥ മധ്യേ തിഷ്ഠന്തി രാജസ ജഗന്യഗുണവൃത്തിസ്ഥ അധോ ഗച്ഛന്തി താമസ. സത്വസ്ഥ ഊർധ്വം ഗച്ഛന്തി, സത്വഗുണത്തിൽ സ്ഥിതി ചെയ്യുന്നവര്, സത്വഗുണികളായിട്ടുള്ള അവർ, സത്വഗുണത്തിലാണ് അവരുടെ പ്രവർത്തികളൊക്കെ ഉള്ളൂ. അവര് ഊർധ്വം ഗച്ഛന്തി, ഊർധ്വലോകങ്ങളിലേക്ക്, അവരുടെ ഉന്നതി വരെ അവർക്ക് എല്ലാ കാര്യങ്ങളിലും അവർ സമുദായത്തിലെ ഉന്നതിയിലാവും. സാമ്പത്തികമായിട്ടായിക്കൊള്ളണമെന്നില്ല, പക്ഷെ അവരുടെ മനസ്സുകൊണ്ട് തന്നെ അവർ ഉയരും, അവരുടെ ചിന്താഗതി ഉയർന്നതാവും. അപ്പം ആ സത്വഗുണിയായിട്ടുള്ളവരുടെ യാത്ര മുന്നോട്ടാണ്. പിന്നെ അവർക്ക് മരണാനന്തരം ഒരു സ്വർഗാദികളിൽ അല്ലെങ്കിൽ വൈകുണ്ഠ ലോകത്തിൽ വരെ എത്താം. കാരണം സത്വഗുണത്തിനെയും ത്യജിക്കുകയാണെങ്കിൽ വൈകുണ്ഠം വരെ എത്താം, നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ. ഗച്ഛന്തി, അവർ ഗമിക്കണു. രാജസ മധ്യേ തിഷ്ഠന്തി, രജോ ഗുണികളായിട്ടുള്ളവര് മധ്യത്തിൽ നിൽക്കണം. മധ്യത്തിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ ഈ മനുഷ്യരായിട്ട് തന്നെ വസിക്കേണ്ടി വരും. വീണ്ടും അവർക്ക് കിട്ടുന്ന ജന്മം മനുഷ്യനാവും. അവരെ ആ ഭൂമിയിൽ അവർ കഴിയേണ്ടി വരും, സ്ഥിതി ചെയ്യണു. ജഗന്യ ഗുണവൃത്തിസ്ഥ, ജഗന്യ ഗുണങ്ങൾ, ജഗന്യമായിട്ടുള്ളതെന്ന് വളരെ നികൃഷ്ടമായിട്ടുള്ളത്, ആ നികൃഷ്ടമായിട്ടുള്ള തമോ ഗുണത്തിൽ വസിക്കുന്നവർ, അല്ലെങ്കിൽ ആ തമോ ഗുണത്തിൽ തൻ്റെ പ്രാണനെ ത്യജിച്ചവര്, ആ തമോ ഗുണികളായിട്ടുള്ളവരെന്താണ്? അവർ അധോ ലോകങ്ങളിലേക്ക്, അധോ ലോകം എന്ന് പറഞ്ഞാൽ പക്ഷിമൃഗാദികളുടെ യോനികളിൽ പോണ്ടി വരെ അവർക്ക് ഗച്ഛന്തി, അവർ നിൽക്കുന്നു. അപ്പോൾ ഉത്കൃഷ്ടമായ സ്വർഗാദികളിലേക്കും അല്ല, വെറും പക്ഷിമൃഗാദികളിലേക്കും നമ്മളെ നയിക്കുന്നത് ആരാണ്? ഈ ഗുണങ്ങളാണ്. ഗുണങ്ങൾ എവിടെയാണ്? നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലാണ്. അപ്പം നമ്മുടെ മനസ്സിനെ നമ്മൾ എങ്ങോട്ട് തിരിക്കണോ? നമ്മുടെ മനസ്സെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു ജംഗ്ഷൻ എന്ന് വേണമെങ്കിൽ അതിനെ സത്വഗുണം ത്തിലേക്ക് തിരിക്കുകയാണ്. നമുക്ക് സ്വർഗാദികളിൽ അല്ലെങ്കിൽ സത്വഗുണത്തിനെയും ത്യജിക്കാൻ തയ്യാറായാൽ വൈകുണ്ഠത്തിൽ വരെ എത്താം. അല്ല, അതിനെ വെറും രജോഗുണിയായിട്ട് തന്നെ വെക്കുകയാണെങ്കിൽ പിന്നെയും ഭൂമിയിൽ വരാം. ഭൂമിയിൽ വന്നിട്ട് മനുഷ്യനായിട്ട് പിന്നെയും കർമ്മങ്ങൾ ചെയ്ത് വേണമെങ്കിൽ നമ്മളെ ഒന്ന് മാറ്റാം. ഈ ഭൂമി എന്ന് പറഞ്ഞാൽ കർമ്മഭൂമിയാണ് അല്ലേ. ഇതാണ് ഒരു ജംഗ്ഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമുക്ക് എങ്ങോട്ട് വേണമെങ്കിൽ തിരിയാം. സ്വർഗത്തിലേക്ക് വേണമെങ്കിൽ സ്വർഗത്തിലേക്ക് പോവാം, അല്ല പക്ഷിമൃഗാദികളുടെ അതോ യോനികളിലേക്ക് വേണമെങ്കിൽ അങ്ങോട്ടും പോവാം. അപ്പം ഇവിടെ ഇത് കർമ്മഭൂമിയാണ്. ഏത് തരം കർമ്മം ചെയ്യുന്നു, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഏത് തരം കർമ്മം ചെയ്യുന്നു? ഋഷിമുനികളെമാരുള്ള കർമ്മം ചെയ്യണമെന്ന് ഋഷിമുനികളുടെ ലോകത്ത് പോകാൻ. ദേവന്മാരെമാരുള്ള, ദേവൻ എന്ന് പറഞ്ഞാൽ തന്നെ ആരാണ്? ദാനം കൊടുക്കാൻ യാതൊരു സങ്കടവും ഇല്ല അവർക്ക്. ആർക്ക് എന്ത് വേണമെങ്കിലും അവർ ദാനം കൊടുക്കും. നമുക്ക് മഴ നമ്മൾ വല്ലതും അവർക്ക് കൊടുത്തിട്ടാണ് അവർ നമുക്ക് തരണം. ദാനം എന്ന് പറഞ്ഞാൽ അവർക്ക് കുറേ, നമുക്ക് സമ്പത്തൊന്നും തരാൻ അവരെ പറ്റില്ല. അവർ പഞ്ചഭൂതങ്ങൾ, വായുദേവന് നമ്മൾ എന്തെങ്കിലും കൊടുക്കണ്ടോ? എല്ലാം കൊടുക്കണ്ട അല്ലേ, നമ്മൾ ധാരാളം പൊല്യൂഷൻ കൊടുക്കണ്ട. എന്നാലും ആ വായുദേവൻ നമുക്കും ഓക്സിജൻ തരണം. അതുമാതിരി ഭൂമി നമ്മളെ നടക്കണ്ട, നീ ദുഷ്ടനാണ്, നീ എൻ്റെ മേലെ നടക്കണ്ട ഭൂമി പറയണ്ടേ. എവിടെ വേണമെങ്കിൽ ഇരിക്കാം, കിടക്കാം, എങ്ങനെ വേണമെങ്കിൽ ആ ഭൂമിയെ ഉപദ്രവിക്കാം. എന്നാലും ഭൂമി ഒന്നും തിരിച്ചും നമ്മളെ ഉപദ്രവിക്കില്ല. അഗ്നി, ഒരു നല്ലവൻ്റെ വീട്ടിലേ ഞാൻ കത്തുള്ളൂ, ഞാനൊരു മോഷ്ടാവിൻ്റെ വീട്ടിൽ കത്തില്ല, അല്ലെങ്കിൽ ഒരു ചീത്ത മനുഷ്യൻ്റെ വീട്ടിൽ കത്തില്ല എന്നൊരിക്കലും പറയാറില്ലേ. അഗ്നി എല്ലാവർക്കും സമമായിട്ട് കൊടുക്കണ്ട, എല്ലാം അല്ലേ. അതുമാതിരി ആകാശമായിക്കോട്ടെ, ആകാശം എവിടെ പറയണ്ടോ ഇത് എൻ്റെ തീരെ നടക്കാൻ പാടില്ല, നടക്കാൻ പാടൊന്നും പറയണില്ലേ. അപ്പം അതാണ് ആ ദേവന്മാരെന്ന് പറഞ്ഞാൽ അവർക്ക് കൊടുക്കണേ, അവരുടെ ഉള്ളത് അവർ കൊടുക്കും, അവരെല്ലാം അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. അത് കാരണം അവർ ദേവത എന്ന് പറയണു. അപ്പം ആ സത്വഗുണത്തിൽ സ്ഥിതി ചെയ്യുന്നവരെ അവർ സ്വർഗാദികളിലേക്ക് വരെ പോവാൻ അവർക്ക് യാതൊരു മുടക്കവുമില്ല. രജോഗുണികളായുള്ളവർ ഈ ഭൂമിയിൽ തന്നെ അവർ തങ്ങി നിൽക്കണു, വീണ്ടും വീണ്ടും കർമ്മങ്ങൾ ചെയ്യണു. പിന്നെ അവർ ആ കർമ്മഫലങ്ങൾ അനുഭവിക്കാൻ വീണ്ടും ഇവിടെ വരണു. പക്ഷേ ആ ജഗന്യ നികൃഷ്ടമായ കർമ്മങ്ങൾ, അന്യനെ ദ്രോഹിക്കുക എന്നുള്ള ആ കർമ്മങ്ങൾ ചെയ്യുന്നവർക്കോ അവർക്ക് ഈ ഭൂമിയിൽ വരാൻ കിട്ടും, പക്ഷേ പക്ഷിമൃഗാദികളായിട്ട്. ജീവിച്ചിരിക്കുമ്പോൾ അതിൻ്റെ ജീവജാലങ്ങളെ, മനുഷ്യനെ ദ്രോഹിക്കണമെന്നും വധിക്കണമെന്നൊന്നുമില്ല. പക്ഷിമൃഗാദികളെ വധിച്ചാൽ മതി. എന്നിട്ട് അതിനെ തൻ്റെ ആഹാരമാക്കിയിട്ട് ഉപയോഗിച്ചാൽ ഇന്നത്തെ ജന്മത്തിൽ അത് പച്ചക്കേ പിടിച്ച് തിന്നവരായിട്ട് നമുക്ക് ജനിക്കേണ്ടി വരും. അത്രയേ ഉള്ളൂ, വേറെ പ്രയാസങ്ങളൊന്നും നേരിടേണ്ടി വരും. നാന്യം ഗുണേഭ്യകർത്താരം യഥാ ദ്രഷ്ടാനുപശ്യതി ഗുണേഭ്യശ്ച പരം വേത്തി മദ്ഭാവം സോധിഗച്ഛതി യഥാ ദ്രഷ്ടാ
യാതൊരിക്കൽ സാക്ഷി വെറും ദൃഷ്ടാവായിട്ട് സാക്ഷിയായിട്ട് ഗുണേഭ്യ അന്യം കർത്താരം ആ ഗുണങ്ങൾക്കൊക്കെ വെറും ഒരു സാക്ഷിയായിട്ട് നിൽക്കുക. നമ്മൾ അവരെ തുലന ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ശരിയാണ്, ഇത് തെറ്റ് ചെയ്യണം എന്നൊന്നും പറയണ്ട. പറയും ആ വ്യക്തി നല്ല വ്യക്തിയാണോ ചീത്ത വ്യക്തിയാണോ നമ്മൾ അവരെ തരംതിരിക്കാനൊന്നും പോകേണ്ട ആവശ്യമില്ല. ആ മനുഷ്യൻ്റെ കുറ്റമല്ല, ആ ഗുണമാണ്, ആ പ്രകൃതിജന്യമായിട്ടുള്ള ഗുണമാണ് ആ വ്യക്തിയെ ഈ തരത്തിലാക്കി എന്ന് മനസ്സിലാക്കിയാൽ മതി. ഒരു മദ്യപിച്ചിട്ട് വളരെ മത്ത് പിടിച്ച് നടക്കുന്ന ഒരു വ്യക്തിയെ കണ്ടാൽ അയ്യോ ഇവൻ മഹാമോശമാണെന്നൊന്നും നമ്മൾ അവരെ വിലയിരുത്താൻ പോകേണ്ട ആവശ്യമില്ല. ഒരു വെറും തമോ ഗുണിയായ കാരണം കൊണ്ട് ആ തമോ ഗുണം ആ മനുഷ്യനെ കൊണ്ട് മദ്യപാനം ചെയ്യിക്കണു എന്നാണ് മനസ്സിൽ പറയേണ്ടുള്ളൂ, വിചാരിക്കേണ്ടു. പറയേണ്ട ആവശ്യമില്ല, വിചാരിക്കേണ്ടുള്ളൂ. അപ്പം അതേമാതിരി വെറും ഒരു ദ്രഷ്ടാവായിട്ട് ഗുണങ്ങളിൽ നിന്ന് അന്യം കർത്താരം ന അനുപശ്യതി, ആ അന്യനായിട്ടുള്ള കർത്താവിനെ ദർശിക്കുന്നില്ല. ആ ജീവാത്മാവിനെ ആ ഗുണത്തിൽ ലിപ്തനായിട്ട് കാണുന്നില്ല. ജീവാത്മാവ് നിസ്പൃഹനാണ് അല്ലേ, ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷേ ആ മനസ്സിൻ്റെ ഗുണമാണ് ആ വ്യക്തിയെ ഇത്തരത്തിലാക്കി എന്നേ മനസ്സിലാക്കേണ്ടുള്ളൂ. അപ്പം ഗുണങ്ങളിൽ നിന്ന് ഗുണേഭ്യ പരം വേത്തി, ആ ഗുണങ്ങളിൽ നിന്ന് പരം, ആ പരമായിട്ട് പറഞ്ഞാൽ അഭൗതികമായവനെയും, ആ ഭൗതികമായിട്ടുള്ള ആരാണ്? നമ്മുടെ ജീവാത്മാവാണ് അല്ലേ. ഇത് ഭൗതിക വസ്തുവല്ല, ഈ ശരീരം ഭൗതിക വസ്തുവാണ്. പക്ഷെ ആ ഉള്ളിലിരിക്കുന്ന ആത്മാവ് അത് ഭൗതിക വസ്തുവല്ല, അത് ഔഭൗതികമാണ്, പരമാണ്, പരമാത്മാവിൻ്റെ അംശമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ആരാണ് മനസ്സിലാക്കുന്നത്? സമദ്ഭാവം അധികച്ചതി, ഭഗവാൻ പറയാണ് ആ വ്യക്തി എൻ്റെ ആത്മീയ ഭാവത്തിനെ അഥവാ എൻ്റെ സ്വന്തം ഭാവത്തിനെ, എൻ്റെ സ്ഥിതിയെ അവൻ പ്രാപിക്കണു എന്നാണ് പറയുന്നത്. ഭഗവാനും വെറും ദൃഷ്ടാവാണല്ലോ. ഒരു വ്യക്തി നന്മ ചെയ്യുകയാണെങ്കിൽ അവനെ പ്രശംസിക്കണില്ല ഭഗവാൻ, തിന്മ ചെയ്യുകയാണെങ്കിൽ അവനെ തടയണമില്ല ഭഗവാൻ. ഭഗവാൻ വെറും ദൃഷ്ടാവാണ്. അതേമാതിരി ആരാണോ ഈ പ്രപഞ്ചത്തിൻ്റെ ഓരോ ജീവജാലങ്ങളുടെയും കർമ്മങ്ങളെ വെറും ദൃഷ്ടാവായിട്ട് നോക്കി നിൽക്കണ, ആരുടെയും കാര്യങ്ങളെ പറ്റിൽ കൈ കടത്താതെ അല്ലെങ്കിൽ അവരെ വകതിരിക്കാണ്ട് ഇത് നല്ലതാണ് ഇത് ചീത്തയാണെന്നൊന്നും പറയാണ്ട് വെറും ദ്രഷ്ടാവായിട്ട് ആ ജീവാത്മാവിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കുന്നത്, അവൻ ഭഗവത് സ്ഥിതി പ്രാപിക്കുന്ന ഭഗവത് പ്രാപ്തി നേടും അവൻ എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പം യാതൊരു കർമ്മത്തിനും പ്രകൃതിയുടെ ഈ 3 ഗുണങ്ങളല്ലാതെ വേറെ ഒരു കർത്താവില്ല എന്ന് ശരിയായി മനസ്സിലാക്കുകയും ഗുണാതീതനായിട്ടുള്ള ഭഗവാനെ അറിയുകയും ചെയ്തവന് ആ ലോകം, ഭഗവാന്റെ ലോകം, ആ ആധ്യാത്മിക പ്രകൃതിയെ പ്രാപിക്കാൻ സാധിക്കും എന്നാണ് ഭഗവാൻ പറയണത്. ഗുണാനേതാനതീത്യത്രീ ദേഹി ദേഹ സമുദ്ഭവാൻ ജന്മ മൃത്യുജരാ ദുഃഖൈർ വിമുക്തമൃതമശ്നുതേ. ദേഹി ദേഹ സമുദ്ഭാവാൻ, ദേഹി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ഈ ജീവാത്മാവ്, ആ ചൈതന്യം ദേഹസമുദ്ഭവാൻ, ദേഹത്തിൽ നിന്നും ഉത്ഭവിച്ചിട്ട് ഏതാൻ ഈ ത്രിഗുണൻ, ഈ ഏതാൻ എന്ന് പറഞ്ഞെങ്കിൽ ഈ 3 ഗുണങ്ങളെയും അതിക്രമിച്ചിട്ട് ജന്മ മൃത്യു ജരാ ദുഃഖൈ വിമുക്ത, ജന്മം മരണം വാർദ്ധക്യം അത് 2 മരണം, ജന്മ മൃത്യു അങ്ങനെ പറഞ്ഞു. അപ്പം ജന്മം പിന്നെ മരണം അല്ല അതിൻ്റെ ഇടയിലുള്ള വാർദ്ധക്യം എന്നീ ദുഃഖങ്ങളിൽ നിന്ന് വിമുക്തനായിട്ട് അമൃതമശ്നുതേ, അമൃതത്തെ അഥവാ മോക്ഷത്തിന്, അനശ്വരത്വത്തിന്, ഒരു നശ്വരമായതല്ല അനശ്വരമായ ആ ഭാവത്തിനെ ഈ ആത്മാവ് പ്രാപിക്കണു. ശരീര സംബന്ധികളായിട്ടുള്ള ഈ 3 ഗുണങ്ങൾ ശരീരത്തിൻ്റെ ഉള്ളിലാണല്ലോ ഈ ഗുണങ്ങളല്ലേ, ശരീരത്തിൻ്റെ ഉള്ളിൽ മനസ്സ്, ആ മനസ്സിലാണ് ഈ ഗുണങ്ങൾ. അപ്പം ഈ ശരീരത്തിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുള്ള, പ്രകൃതിയിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുള്ള ഈ ഗുണങ്ങളെ എല്ലാത്തിനെയും അതിക്രമിച്ചിട്ട് ആർക്കാണോ അതിക്രമിക്കാൻ സാധിക്കുന്നത് ആ ശരീരസ്ഥനായ ജീവന് പിന്നീട് മരണം, അല്ലെങ്കിൽ ഒരു ജനനം, പിന്നെ ഒരു മരണം, പിന്നെ വാർദ്ധക്യം, ഇത്തരം ക്ലേശങ്ങളിൽ നിന്ന് മുക്തനായിട്ട് അമൃതത്വത്തിനെ ആസ്വദിക്കാൻ സാധിക്കുന്നു. എന്നാൽ ആ ഭഗവത് പ്രാപ്തി, മോക്ഷപ്രാപ്തിയെ
അനശ്വര ഭാവത്തിനെ പ്രാപിക്കാൻ സാധിക്കും. ഇതെല്ലാം കേട്ടപ്പോൾ ഈ 3 ഗുണങ്ങളെയും അതിൽ ലിപ്തരായ ജീവാത്മാക്കളെയും പറ്റിയിട്ട് കേട്ടപ്പോൾ അർജുനന് ഒരു സംശയം തോന്നി. എങ്ങനെ ഇപ്പം ഇവരെ വകതിരിച്ച് മനസ്സിലാക്കുക? ആരാ രജോ ഗുണി, ആരാ തമോ ഗുണി? അത് പിന്നെ അവരുടെ കർമ്മങ്ങളിൽ നമുക്ക് മനസ്സിലായി എന്ന് വരാം. പക്ഷെ ഇതൊന്നും ഒന്നുമില്ലാണ്ട് വെറും ദൃഷ്ടാവായിട്ട് ആരാ എന്നെങ്ങനെ മനസ്സിലാക്കിയ? അപ്പോൾ അവരുടെ ലക്ഷണം എന്താണ് എന്നാണ് അർജുനൻ്റെ ഒരു ചോദ്യം. അർജുന ഉവാച कैर्लिङ्गै स्त्रीन् गुणानेतान् अतीतो भवति प्रभो കിമാചാരകഥം ചെയ്സ്താൻ ത്രീൻ ഗുണാനതിവർത്തതേ. അർജുനൻ ചോദിക്കുകയാണ്, ഹേ പ്രഭോ, കൈർലിംഗൈ ഏതാൻ ത്രീൻ ഗുണാൻ അതീത. കൈ ലിംഗൈ, ലിംഗ എന്ന് പറഞ്ഞാൽ എന്താണ്? ചിഹ്നം അല്ലെങ്കിൽ ലക്ഷണം എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കൈ ലിംഗ എന്ന് പറഞ്ഞാൽ എന്താണ് ലക്ഷണം, എന്താണ് ഒരാളെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കേണ്ടത്? എന്തെല്ലാം ലക്ഷണം കൊണ്ട് മനസ്സിലാക്കാൻ? ഏതാൻ ത്രീൻ അതീത, ഈ 3 ഗുണം, ഏതാൻ ത്രീൻ ഗുണാൻ, ഈ 3 ഗുണങ്ങളെക്കും അതീതനായിട്ട് ഭവതി ആര് ഭവിക്കുന്നു എന്നത് എങ്ങനെ മനസ്സിലാക്കും? അയാളുടെ കിമാചാര, അദ്ദേഹത്തിൻ്റെ ആചാരങ്ങൾ എന്തായിരിക്കും, എങ്ങനെയായിരിക്കും ആചാര വിചാരങ്ങൾ? കഥം ഏതാൻ ത്രീൻ ഗുണാൻ, എങ്ങനെ ഈ 3 ഗുണങ്ങളെ അതിവർത്തിക്കുകയും ചെയ്യുന്നു? എങ്ങനെ ആ വ്യക്തിക്ക് അതിവർത്തിക്കാൻ സാധിക്കുക? അപ്പം അവരെങ്ങനെ അതിവർത്തിച്ചു എന്ന് പറഞ്ഞാൽ അതിനെ ത്യജിച്ചു, അതിൽ നിന്ന് മുന്നോട്ട് പോയി. ആ 3 ഗുണങ്ങളിൽ നിന്നും ആ 3 ഗുണങ്ങളെ പിൻതള്ളിയിട്ട് തൻ്റെ യാത്ര മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോയി എന്നാണ് ചോദിക്കുന്നത്. അപ്പം അർജുനൻ ചോദിക്കുകയാണ്, അല്ലയോ പ്രഭു ആയിട്ടുള്ള ശ്രീകൃഷ്ണ, 3 ഗുണങ്ങളെ അതിക്രമിച്ച വ്യക്തിയുടെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്? എങ്ങനെയായിരിക്കും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം? അയാൾ എങ്ങനെ ഈ പ്രകൃതി ഗുണങ്ങളെ അതിക്രമിക്കുന്നു? ആ വ്യക്തി എങ്ങനെ അതിക്രമിച്ചു എന്ന് മനസ്സിലാക്കിയാൽ അത് നമ്മൾക്കൊക്കെയും പിന്തുടരാമല്ലോ, അല്ലേ? ഒരു വ്യക്തി എങ്ങനെ ആ വലിയ കടമ്പ കടന്നു എന്നത് അറിഞ്ഞാൽ എൻ്റെ പിന്നിൽ വരുന്നവർക്കും ആ കാര്യത്തിനെ അനുസരിക്കാം, അല്ലേ? അനുഗമിക്കാം. അപ്പം ഭഗവാൻ പറയാണ്, ശ്രീ ഭഗവാനുവാച പ്രകാശം ച പ്രവൃത്തിം ച മോഹമേവ ച പാണ്ഡവ ന ദ്വേഷ്ടി സംപ്രവൃത്താനി ന നിവൃത്താനി കാംക്ഷതി. ആ 4-5 ശ്ലോകങ്ങളെ കൊണ്ട് ആ വ്യക്തിയുടെ പൂർണ്ണമായിട്ടുള്ള ആ ഗുണങ്ങളെ പറ്റിയിട്ടാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പം ഇതിൽ 22 മുതൽക്ക് 25 വരെയുള്ള ശ്ലോകങ്ങൾ നമുക്ക് ഒന്നിച്ച് വായിക്കാം. ഉദാസീനവദാസീനോ ഗുണൈര്യോ ന വിചാല്യതേ ഗുണാവർത്തന്ത ഇത്യേവം യോവതിഷ്ഠതി നിംഗതേ സമദുഃഖസുഖസ്വസ്ഥ സമലോഷ്ടാശ്മ കാഞ്ചന തുല്യപ്രിയാ അപ്രിയോ ധീര തുല്യനിന്ദ്യാത്മസംസ്തുതി മാനാപമാനയോസ്തുല്യ തുല്യോ മിത്രാരിപക്ഷയോ സർവാരംഭപരിത്യാഗി ഗുണാതീത സൗച്യതേ. അപ്പൊ ത്രിഗുണാതീതനായിട്ടുള്ള ആ ഭക്തന്റെ ലക്ഷണങ്ങളെ വിവരിക്കുകയാണ് ഇവിടെ ഭഗവാൻ. ആദ്യം തന്നെ എന്തേ പറഞ്ഞേ? പ്രകാശം ച പ്രവൃത്തിം ച മോഹം ഏവ ച പാണ്ഡവ. അപ്പൊ ഭഗവാൻ പറയാണ്, ഹേ പാണ്ഡുപുത്ര അർജുന, യാതൊരുവൻ പ്രകാശം ച പ്രവൃത്തിം ച, പ്രകാശം ഇവിടെ ജ്ഞാനത്തിനെയും പ്രവൃത്തിയെയും കർമ്മവാസനയെയും മോഹമേവച്ച മോഹത്തെയും, അഥവാ മോഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആസക്തി, മോഹം എന്തിനായിട്ട് അറ്റാച്ച്മെൻ്റ് ആവുക, മോഹത്തിനെയും സംപ്രവൃത്താനി അത് ആ ഒരു വ്യക്തിയിലുണ്ട്, സ്വയത്തിൻ്റെ ഉള്ളിൽ കാണും, അന്യൻ്റെ ഉള്ളിലും കാണും. അപ്പം ആ ജ്ഞാനം ഉണ്ടെങ്കിൽ അഹങ്കരിക്കില്ല, അല്ലെങ്കിൽ മറ്റൊരാളെ അങ്ങനെ പുകഴ്ത്തില്ല. പിന്നെ പ്രവൃത്തി, ഒരാൾ കർമ്മവാസനയോ കർമ്മകാണ്ഡിയാണെങ്കിൽ അവരെ ഒന്ന് ഇകഴ്ത്തി പറയൂ, അതുമില്ല. നോക്കാം, ഞാൻ എത്ര ജ്ഞാനിയാണ്, മറ്റുള്ളവരെ എപ്പോൾ നോക്കിയാലും കർമ്മകാണ്ഡാണ്, അങ്ങനെയൊന്നുമില്ല. ആ മോഹം ആസക്തിയെ പറ്റിയിട്ടോ അത് നിലവിലുണ്ട്, ഒരു വ്യക്തിയുടെ ഉള്ളിലുണ്ടെങ്കിലും അതിനെന്നെ ദ്വേഷിക്കില്ല. സ്വന്തത്തിൻ്റെ ഉള്ളിൽ ഉണ്ട്, അതിനെ നമുക്ക് പതുക്കെ അതിനെ ത്യജിക്കാം എന്നുള്ള ഭാവത്തിൽ അപ്പം അതിനെ ദ്വേഷിക്കില്ല, ഒന്നിനോടും ദ്വേഷം ഉണ്ടാവില്ല. ഭഗവാൻ ഇഷ്ടമില്ലാത്തൊരു കാര്യം ഉണ്ടെങ്കിൽ ദ്വേഷമാണ്. ദ്വേഷം ഭഗവാന് ഇഷ്ടമല്ല.
ദ്വേഷിക്കുന്ന വ്യക്തി എനിക്ക് ഇഷ്ടമല്ല എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. എപ്പം നോക്കിയാലും ദ്വേഷമായിട്ട് നടക്കണവരെ എനിക്കിഷ്ടമല്ല എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. നിവൃത്താനി ന കാംക്ഷതി, ഈ വക ദോഷങ്ങൾ ഇല്ലാത്തൊരു ഇരിക്കണ സമയത്ത് അവരെ ന കാംക്ഷതി, കാംക്ഷിക്കണമില്ല, ഇഷ്ടപ്പെടണമില്ല. വെറും എങ്ങനെയാണ്? ഉദാസീനവത് ആസീന, ഒരു ഉദാസീനനെ പോലെ. നല്ല ഗുണങ്ങൾ കണ്ടാൽ ആസക്തനാവണില്ല, ദോഷങ്ങൾ കണ്ടാൽ ദ്വേഷിക്കണമില്ല. അങ്ങനത്തെ സ്ഥിതി ചെയ്തുകൊണ്ട് ഗുണേന വിചാല്യതേ, ഗുണങ്ങളാൽ വിചലിപ്പിക്കപ്പെടുന്നില്ല. എന്ന് പറഞ്ഞാൽ ആ ഗുണങ്ങൾ കാണുമ്പോൾ അതിൽ ആകെ വിചലിതനാവുക എന്ന് പറഞ്ഞെങ്കിൽ നമ്മളാകെ അസ്വസ്ഥനാവുക. ഈ വക ഗുണങ്ങൾ, അത് ഗുണം എന്ന് പറഞ്ഞാൽ 3 ഗുണങ്ങളും പെട്ടു, അത് കണ്ട അസ്വസ്ഥനാവണില്ല. സത്വഗുണം കണ്ടാൽ വളരെയധികം സന്തോഷവാനാവണില്ല, അതൊരു വിചലിക്കൽ തന്നെയല്ലേ, ഒരു ചഞ്ചലമാവൽ തന്നെയല്ലേ. മറ്റുള്ള രജോ ഗുണത്തിലും അതിൽ ദ്വേഷിക്കണമില്ല. പിന്നെ ഗുണ വർത്തന്തേ, ആ ഗുണങ്ങളിൽ തന്നെ പ്രവർത്തിക്കുന്നു, അതിൽ തന്നെ വസിക്കണ ആണെങ്കിലും അത് ഗുണമാണ് ചെയ്യണത്, ആത്മാവല്ല എന്ന് മനസ്സിലാക്കിയിട്ട് യാ അവതിഷ്ഠതി, അതിൽ വസിക്കണം. രജോ ഗുണിയാണ്, ഉള്ളിൽ രജോ ഗുണം ഉണ്ട്, അറിയാം ഇത് എൻ്റെ ആത്മാവല്ല ചെയ്യണത്, ഇതെൻ്റെ ആ ഗുണം, ആ രജോ ഗുണമാണ് എന്നെ കൊണ്ട് ഇത് ചെയ്യിക്കണത് എന്ന് മനസ്സിലാക്കുമ്പോൾ എന്തുണ്ടാവും? പതുക്കെ പതുക്കെ ആ ഗുണത്തിൽ നിന്ന് മുക്തനാവാൻ ശ്രമിക്കും ആ വ്യക്തി. അപ്പം അത് ചഞ്ചലനാവണില്ല, ചഞ്ചല ചിത്തനാവണില്ല. യ സമദുഃഖ സുഖ, ഏതൊരുവനാണോ, ഏതൊരു വ്യക്തിയാണോ സമദുഃഖ സുഖ സ്വസ്ഥനായിട്ട്, അപ്പം സമമായിട്ട്, ദുഃഖത്തെ ആണെങ്കിലോ സമ ദുഃഖ സുഖ സ്വസ്ഥ, സുഖത്തിലും ദുഃഖത്തിലും സ്വസ്ഥനായിട്ട്. പിന്നെയോ സമലോഷ്ടാശ്മ കാഞ്ചന, ആ സുഖദുഃഖത്തിനെ സമമായിട്ട് കാണുന്നു. അതേമാതിരി ലോഷ്ടം എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്? വെറും മണ്ണ്, കല്ല്, ഉപയോഗശൂന്യമായിട്ടുള്ള അതുകൊണ്ടൊരു ഉപയോഗവും കാണില്ല. അപ്പം അങ്ങനത്തെ ഉപയോഗശൂന്യമായിട്ടുള്ള, അല്ലെങ്കിൽ ഒട്ടും അതിനൊന്നും ആരും വില കൽപ്പിക്കാത്ത മണ്ണായിക്കോട്ടെ, ആരെങ്കിലും ഒരു മണ്ണിൻ്റെ കട്ട കയ്യിൽ തന്നുണ്ടായി, നിങ്ങളെന്തിനൊക്കെ ഈ മണ്ണിൻ്റെ കട്ട തന്നി ചോക്കില്ല. അതേമാതിരി സ്വർണം, ഒരാൾ സ്വർണത്തിൻ്റെ തന്നു വെച്ചാൽ വളരെയധികം ആഹ്ലാദിക്കില്ല, എനിക്ക് ഒരു സ്വർണം തന്നി എന്നില്ല. അപ്പം മണ്ണാണെങ്കിലും സമമാണ്, അതല്ല സ്വർണ്ണക്കട്ടയാണ് തന്നെച്ചാൽ അതിനെ സമമായി കണ്ടിട്ട് ഒരേമാതിരി കരുതിയിട്ട് തുല്യപ്രിയ പ്രിയ തുല്യധീര, ആ അതിന് എല്ലാത്തിനും പ്രിയമായതായിക്കോട്ടെ അപ്രിയമായിക്കോട്ടെ. ഒരു വ്യക്തി നമ്മളെ പ്രിയമായ വാക്ക് പറഞ്ഞു, അതിലും ചഞ്ചലനാവോ? ഇല്ല, വളരെയധികം ആഹ്ലാദിക്കില്ല. അല്ല, ഒരാൾ അപ്രിയമായ കാര്യങ്ങൾ പറഞ്ഞു, ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, പെടാത്ത എന്ന് പറഞ്ഞാൽ ചീത്തേനെ പറഞ്ഞ് കാണും അല്ലേ, അല്ലെങ്കിൽ ഒരാൾ പുകഴ്ത്തി അല്ലെങ്കിൽ ഇകഴ്ത്തി, രണ്ടിലും സമമായിട്ട് സമധീര, ധീരനാവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സഹിഷ്ണു ആവുക, വളരെയധികം സഹിഷ്ണുവായിട്ട്. പിന്നെ അതിന് ആ വില കൂടിയ വസ്തു തന്നാലും നിസ്സാര വസ്തു തന്നാലും സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും, അല്ല ഒരാൾ പുകഴ്ത്തിയാലും ഇകഴ്ത്തിയാലും സമമായിട്ട് സഹിഷ്ണുവായിട്ട് അതിനെ സ്വീകരിച്ചിട്ട്, ചാഞ്ചല്യമില്ലാതെ സ്വീകരിച്ചിട്ട്, തുല്യനിന്ദ സ്തുതിർ മൗനി, എപ്പോഴും ആ തുല്യ നിന്ദയ ഒരാൾ നിന്ദിക്കുക, അതിന് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൗനി എന്നുള്ളത് അല്ലേ, ഇവിടെ പറഞ്ഞിട്ടില്ല. അപ്പം തുല്യമായിട്ടുള്ള നിന്ദിച്ചു ഒരാൾ എങ്കിലും സമമായിട്ട് സഹിഷ്ണുവായിട്ടിരിക്കും. അല്ല ഒരാൾ വളരെ സ്തുതിച്ചു എങ്കിലും അതിൽ മനസ്സ് സമാനമായിട്ടിരിക്കും, സമമായിട്ടുള്ള മനസ്ഥിതിയോടുകൂടെ വെച്ചിട്ട്. മാനാപമാനയോ തുല്യ, മാനം ഒരാൾ നമ്മളെ പറയാം ആദരിച്ചാലോ അപമാനിച്ചാലോ അപ്പോഴും തുല്യ മനസ്ഥിതിയിൽ നിന്നിട്ട്, സമഭാവനയോടുകൂടെ നിന്നിട്ട്. മിത്രാരിപക്ഷയോ, ബന്ധുപക്ഷത്തിലായിക്കോട്ടെ ശത്രുപക്ഷത്തിലായിക്കോട്ടെ തുല്യഭാവം. ഒരാൾ നമ്മുടെ ബന്ധു ആയിരിക്കാം, ആ ബന്ധുവിനോടും കൂടുതൽ അറ്റാച്ച്മെൻ്റ് ഉണ്ടോ? ഇല്ല. ശത്രു ആയിരിക്കാം, ആ ശത്രുവിനോടും മിത്രത്തിനോടും ഒരേ മാതിരിയുള്ള സമീപനമായിട്ട്. സർവാരംഭ പരിത്യാഗി, എല്ലാ ഉദ്യമങ്ങളെന്ന് പറഞ്ഞാൽ ഇവിടെ ഫലേച്ഛയോട് കൂടി ചെയ്യണം കർമ്മങ്ങൾ. ഉദ്യമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഫലം കിട്ടണം എന്നുള്ള ഭാവത്തോടുകൂടി എന്തെങ്കിലും ഒരു കർമ്മം ചെയ്യണമെങ്കിൽ അതൊരു ഉദ്യമമാവും. അതിനെല്ലാം പരിത്യാഗി, അതിനെല്ലാം ത്യജിച്ചവനായിരിക്കണം. സ ഗുണാതീത ഉച്ചത, ആ വ്യക്തി ഗുണാതീതനാണ് എന്ന് പറയപ്പെടുന്നു എന്നാണ് ഭഗവാൻ പറയണത്.
ഭഗവാൻ പറയാണ്, ഹേ പാണ്ഡുപുത്ര, പ്രകാശത്തിൻ്റെയോ അഥവാ ജ്ഞാനത്തിൻ്റെയോ ആസക്തിയുടെയോ വ്യാമോഹത്തിൻ്റെയോ എന്ന് പറഞ്ഞാൽ അറ്റാച്ച്മെൻറ്റ്, രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല അല്ലേ. വ്യാമോഹം അതിൻ്റെ ഒന്നും വ്യാമോഹം ആസക്തി. അപ്പം ഇതിൻ്റെ ഉണ്ട്, ആ വ്യക്തികളിലുണ്ട്. സാന്നിധ്യത്തിൽ ആർക്ക് വെറുപ്പുണ്ടാകുന്നില്ലയോ അവയുടെ അസാന്നിധ്യത്തിൽ അത് വേണം, അല്ലെങ്കിൽ ആ അത് വേണം, അല്ലെങ്കിൽ ഇല്ലാത്തൊരു വ്യക്തിയോട് കൂടുതൽ അടുപ്പമോ ഒന്നും ഇല്ല. പിന്നെ പ്രകൃതി ഗുണങ്ങൾ ഉളവാക്കുന്ന ആ പ്രതികരണങ്ങൾ, പ്രകൃതിയുടെ ഗുണങ്ങൾ അതിൻ്റേതായിട്ടുള്ള ഓരോ പ്രതികരണങ്ങൾ ഉണ്ടാക്കുക അല്ലേ. അതിൽ യാതൊരു പ്രക്ഷുബ്ധ ഭാവവും ഇല്ലാതെ പ്രകൃതി ഗുണങ്ങളാണ് പ്രവർത്തന നിരതങ്ങളായിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് ഉദാസീന ഭാവം കൈക്കൊണ്ടിട്ട് അവയ്ക്ക് അതീതനാവാൻ ആർക്ക് സാധിക്കുന്നുവോ, ആത്മനിഷ്ഠനായിട്ട് സുഖദുഃഖങ്ങളെ തുല്യ നിലയിൽ ആര് കാണുന്നുവോ, ആരുടെ ദൃഷ്ടിയിലാണോ ഉപയോഗശൂന്യമായത് നിസ്സാര വസ്തു അല്ലെങ്കിൽ വില കൂടിയത്, വളരെയധികം വില കൂടിയൊരു വസ്തു, രണ്ടും സമമായിട്ട്, അല്ലെങ്കിൽ പ്രിയമായതും അപ്രിയമായതും ഇതിന് സമമായിട്ട് ആര് കണക്കാക്കണു, ഇതിലെല്ലാം വളരെ സഹിഷ്ണുത ആര് നിലനിർത്തണു, നിന്ദാസ്തുതി ഇതിലും അപമാനത്തിലും സമചിത്തൻ ആരാകുന്നു, ശത്രു മിത്രഭേദമില്ലാത്തവൻ ആരാണോ അവൻ, അല്ലെങ്കിൽ ഒന്നും ഉദ്യമങ്ങൾ ചെയ്യാതെ, അല്ലെങ്കിൽ ഫല ഇച്ഛയോട് കൂടിയിട്ടുള്ള ആ കാര്യങ്ങളിലേക്ക് ഒന്നും താല്പര്യം കാട്ടാത്ത ആ വ്യക്തിയെ, എനിക്ക് ലാഭം വേണം എന്നുള്ള ചിന്ത ഇല്ലാത്ത വ്യക്തിയെ ഗുണാതീതൻ എന്ന് പറയാം എന്നാണ് ഭഗവാൻ പറയുന്നത്. മാം ചയോ അവ്യഭിചാരേണ ഭക്തിയോഗേന സേവതേ സാ ഗുണ സമതീത്യൈതാൻ ബ്രഹ്മഭൂയായ കൽപ്പതേ. യമാം അവ്യഭിചാരേണ ഭക്തിയോഗേന സേവതേ. ആര് ഒരുവൻ പറഞ്ഞാൽ ഏതൊരുവൻ മാം അവ്യഭിചാരേണ എന്നെ വ്യതിചലിക്കാതെ, അവ്യഭിചാരേണ എന്ന് പറഞ്ഞെങ്കിൽ അന്യമനസ്കനാവാതെ, വേറൊന്നിനെ പറ്റി ചിന്തിക്കാതെ, വേറൊന്നിനെ പറ്റി ഒന്നും ഗൗനിക്കാതെ, എപ്പോഴും മനസ്സ് വ്യതിചലിക്കാതെ ഭഗവാനിൽ മാത്രം മനസ്സിനെ ഉറപ്പിച്ചിട്ട് ഭക്തിയോഗേന സേവതേ, ഭക്തിയുക്തമായിട്ട് ആ അനർഗള ഭക്തി അനവരതം ഭക്തി ചെയ്തും കൊണ്ട് ഭഗവാനിൽ നിന്ന് മനസ്സ് ഒരു നിമിഷം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യതിചലിക്കാതെ, നമുക്ക് വേണമെങ്കിൽ പറയാം, നമ്മുടെ ലക്ഷ്മണനൊക്കെ അതിനൊരു നല്ല ഉദാഹരണമാണ് അല്ലേ. ലക്ഷ്മണൻ എപ്പോഴും രാമൻ്റെ സേവയിൽ മാത്രമാണ് നിരതനായി നിന്നിരുന്നത്. അത്തരം മനസ്ഥിതിയോടുകൂടെ ആര് സേവ ചെയ്യുന്നുവോ സ ഏതാൻ ഗുണാൻ സമതീത്യ, അവൻ ഈ ഗുണങ്ങളെ സമതീത്യ അതിക്രമിച്ചിട്ട് ബ്രഹ്മഭൂയായ കൽപ്പതേ, ബ്രഹ്മപദത്തിലേക്ക്, ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിൻ്റെ പദത്തിലേക്ക്. ബ്രഹ്മത്തിനെ നമ്മൾ പലതരത്തിൽ മനസ്സിലാക്കും. ഒന്ന് നാമരൂപ ഗുണലീലകളോട് കൂടിയിട്ടുള്ള ആ ഭഗവത് സ്വരൂപത്തിന്. ഒന്ന് ഇതൊന്നും ഇല്ലാത്ത വെറും ഒരു ചൈതന്യമായിട്ട് അല്ലെങ്കിൽ ശക്തിയായിട്ട് കണക്കാക്കും. സകള രൂപം നിഷ്കള രൂപം നമ്മൾ മനസ്സിലാക്കേണ്ടതിനു അല്ലേ. സകള രൂപം എന്ന് പറഞ്ഞാൽ ഭഗവാൻ എല്ലാ അവയവങ്ങളോടും കൂടിയിട്ടുള്ളത്. ആ അവയവങ്ങളോട് കൂടിയതാവുമ്പോൾ നാമം ഉണ്ടാവും, അപ്പം രൂപം ഉണ്ടാവും, അപ്പം ലീലകളുണ്ടാവും, അപ്പം ഭഗവാന്റെ ധാമം ഉണ്ടാവും അല്ലേ. ഭൂമിയിൽ അങ്ങനെ അനേകം ഉണ്ട്. ചില വിഭാഗക്കാർ ഭഗവാന്റെ ഈ നാമരൂപ ധാമലീലകളെ ഒന്നും മാനിക്കില്ല. ഭഗവാനെ വെറും ഒരു ശക്തിയായിട്ട് അവർ കണക്കാക്കണം. അതും ഭഗവാൻ തന്നെയാണ്. പക്ഷെ ഭഗവാനെ സകല രൂപത്തിൽ ആരാധിക്കണു, അതും ഞാൻ തന്നെയാണെന്നാണ് ഭഗവാൻ പറയണത്. അല്ല, നിഷ്കള രൂപത്തിൽ യാതൊരു അവയവങ്ങളും ഇല്ലാണ്ട്, നാമങ്ങളില്ലാണ്ട്, രൂപമില്ലാണ്ട്. അപ്പം നാമോ രൂപവും ഇല്ലെങ്കിൽ ലീലകളും ഉണ്ടാവില്ല. ലീലകളൊന്നും ഇല്ലെങ്കിൽ ധാമവും ഉണ്ടാവില്ല അല്ലേ. വൃന്ദാവനം, അയോധ്യ, ബദരി, അങ്ങനെ അനേകം ധാമങ്ങളുണ്ട്. അപ്പം ഇതിൽ രണ്ടിലും വസിക്കുന്നവൻ ഞാൻ തന്നെയാണ് എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ആ ഏത് പരിതസ്ഥിതിയിലും ഇതിലും പിഴയ്ക്കാന്ന് പറഞ്ഞാൽ ഒരു തൈലധാര മാതിരി ഒഴുകണത്, ഇടയിൽ ഒരു ഒട്ടും തന്നെ
അതിന്ന് ഒരു ബ്രേക്ക് വരില്ല, അല്ലെങ്കിൽ ഒരു വ്യതിചലിക്കണില്ല. എപ്പോഴും ഭഗവാനായിട്ടുള്ള ആ വ്യക്തിയുടെ മനസ്സ് കണക്റ്റഡ് ആവും. അങ്ങനെ ഭക്തിപൂർവ്വം ഭഗവത് സേവനത്തിൽ ഏർപ്പെടുന്നവർക്ക് വേഗത്തിൽ ഭൗതിക പ്രകൃതിയുടെ ഈ 3 ഗുണങ്ങളെ, കാരണം ഈ 3 ഗുണങ്ങളും ഭഗവാന്റെ അല്ല, ഇത് ഭൗതിക പ്രകൃതിയുടെ മാത്രമാണ്. ഭഗവാന്റെ ഈ 3 ഗുണങ്ങളും ഇല്ല. ആ ഭഗവാനെ മാതിരി ആ വ്യക്തിക്ക് ആവാൻ സാധിക്കും. കാരണം ഭഗവാനിൽ ഈ 3 ഗുണങ്ങളും ഇല്ല. ആ വ്യക്തിക്ക് തന്നെ ആ പദത്തിലെത്താൻ സാധിക്കും, ഗുണാതീത ആ അവസ്ഥയിൽ എത്താൻ സാധിക്കും എന്നാണ് ഭഗവാൻ പറയണത്. ബ്രഹ്മണോ ഹി പ്രതിഷ്ഠാഹം അമൃതസ്യ വ്യയസ്യ ച ശാശ്വതസ്യ ധർമ്മസ്യ സുഖാസൈകാന്തികസ്യ ച അഹം ഹി അമൃതസ്യ അവ്യയസ്യ ച. അഹം ഹി, ഞാൻ തന്നെയാണ്, തീർച്ചയായിട്ടും, ഹി എന്ന് പറഞ്ഞാൽ തീർച്ച എന്നർത്ഥം. അപ്പം ഞാൻ തന്നെ തീർച്ചയായിട്ടും അമൃതസ്യ അവ്യയസ്യ ച. അമൃതസ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മോക്ഷപ്രദമായിട്ടുള്ളത്, നാശരഹിതമായിട്ടുള്ളത്. അമൃതം എന്ന് പറഞ്ഞാൽ തന്നെയാണ് അമൃതമില്ലാത്തത്, നാശമില്ലാത്തത്, അനശ്വരമായത്. അവ്യയസ്യ ച, അവ്യയം എന്ന് പറഞ്ഞാലും അത് തന്നെയാണ് അല്ലേ? അനശ്വരമായത് തന്നെയാണ് അവ്യയവുമാവുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നാശമില്ലാത്തത്. അമൃതം എന്ന് പറഞ്ഞാലും മൃത്യുവില്ലാത്തത് അഥവാ നാശമില്ലാത്തത്. അവ്യയം എന്ന് പറഞ്ഞാലും ഒരിക്കലും വ്യയമാവാത്തത്, നശിക്കാത്തത്. അപ്പൊ അതപ്പോൾ അതെന്താവുക? ശാശ്വതസ്യ, ശാശ്വതവുമാവും, എന്നുമുള്ളതാവും, സനാതനമാവും. അപ്പൊ ശാശ്വതസ്യ ഏകാന്തികസ്യ സുഖസ്യ ച. ഏകാന്തികമായിട്ടുള്ള സുഖം എന്ന് പറഞ്ഞാൽ പരമമായിട്ടുള്ള, അവിടെ വേറെ ഒന്നുമില്ല, സുഖം മാത്രം. സുഖം എന്ന് പറഞ്ഞാൽ എന്താണ്? ശാരീരികമായിട്ടുള്ള സുഖമാണോ? അല്ല, ആത്മീയ സുഖം, ആത്മസുഖം. ആ സമാധിയിൽ പോകുമ്പോൾ വലിയ വലിയ ഋഷിമുനിമാർക്ക് എന്ത് സുഖമാണോ അനുഭവപ്പെടുന്നത്? അനശ്വരമായ, എന്നാൽ അതിനൊരിക്കലും ഒരു നാശം വരാത്ത, അതിനൊരു ഒരു ഒരു പൊട്ട് വരില്ല, അഥവാ അത് ബ്രേക്ക് ആവില്ല, അത് കണ്ടിന്യൂ ആയിട്ട് പോകും. അങ്ങനത്തെ സുഖം, അങ്ങനത്തെ ആ സുഖത്തിൻ്റെ ധർമ്മസ്യച, അതിൻ്റെ ധർമ്മത്തിൻ്റെയും എന്ന് പറഞ്ഞാൽ, ധർമ്മം എന്ന് പറഞ്ഞാൽ തന്നെയാണ് സഹജത. ധർമ്മം എന്ന് പറഞ്ഞാൽ നമുക്ക് സഹജമായിട്ടുള്ള, അതിലൊന്നും കലർപ്പില്ലാത്തത്. ബ്രഹ്മണ പ്രതിഷ്ഠ അസ്മി. ആ ബ്രഹ്മണ, വ്യക്തിശൂന്യ ബ്രഹ്മജ്യോതി. ഇതിൻ്റെ മുമ്പത്തെ ശ്ലോകത്തിൽ പറഞ്ഞത് അല്ലേ? നാമരൂപ ധാമലീലകളൊന്നും ഇല്ലാത്ത അവസ്ഥ, അത് വ്യക്തിശൂന്യതയാണ്. വ്യക്തിശൂന്യ ബ്രഹ്മജ്യോതി. വ്യക്തിശൂന്യത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? അവിടെ ഒരു നാമല്ല. അപ്പൊ ഒരു വ്യക്തി ഉണ്ടായാൽ വ്യക്തിക്ക് ഒരു രൂപം ഉണ്ടാവും അല്ലേ? നിഷ്കള രൂപം എന്ന് വേണം, നിഷ്കള ബ്രഹ്മം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ വ്യക്തി ഒരു രൂപം ഉണ്ടെങ്കിൽ അപ്പം അതിന് പേരുണ്ടാവും. ആ വ്യക്തിക്ക് അപ്പം ചില ധാമങ്ങൾ എവിടെ താമസിക്കാൻ ഒരു സ്ഥലം ഉണ്ടാവും. പിന്നെ ആ വ്യക്തി അവിടെ ചെയ്യുന്ന വ്യാപാരങ്ങൾ, ലീലകൾ ഉണ്ടാവും. അപ്പം ഇതൊന്നും ഇല്ലാത്തത്, അത് ഞാൻ തന്നെയാണ്, അസ്മി, അത് ഞാൻ തന്നെയാണ്. അത്തരം ബ്രഹ്മം, ആ സഹജമായിട്ടുള്ളത്, അല്ലെങ്കിൽ അതിൽ പ്രകൃതിയോട് കൂടിയിട്ടുള്ളത്, അല്ലെങ്കിൽ അതിലൊരു കലർപ്പില്ലാത്തത്, അങ്ങനത്തെ വ്യക്തിശൂന്യ ബ്രഹ്മജ്യോതി, നിഷ്കള ബ്രഹ്മജ്യോതി. ഒരവയവങ്ങളോ നാമരൂപങ്ങളോ ലീലകളോ ഇല്ലാത്ത വെറും ജ്യോതി സ്വരൂപത്തിലുള്ള പ്രതിഷ്ഠ, ആ അധിഷ്ഠാനവും അസ്മി, അത് ഞാൻ തന്നെയാണ്. ഇപ്പോൾ നാമരൂപങ്ങളോട് കൂടിയിട്ടുള്ള സകളമായിട്ടുള്ള ബ്രഹ്മമായിക്കോട്ടെ, നിഷ്കളമായ ബ്രഹ്മമായിക്കോട്ടെ, ഇത് രണ്ടും ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയാണ് ഞാൻ തന്നെയാണ് എന്നാണ് പറയണത്. അപ്പം നാമരൂപ ധാമലീലാ സഹിതനാണെങ്കിലും അല്ല, ഇതിൻ്റെ എല്ലാം ഒന്നുമില്ല, നിഷ്കളനാണ്. നാമല്യ, രൂപല്യ, ധാമല്യ, ലീലകളൊന്നുമില്ല. എന്നാലും അതിൻ്റെയും മൂലസ്ഥാനം ഞാൻ തന്നെയാണ് എന്നാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയണത്. അപ്പം ഇത് സകളനായിക്കോട്ടെ നിഷ്കളനായിക്കോട്ടെ, രണ്ടും ഈ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം അമൃതവും
അമൃതം എന്ന് പറഞ്ഞാൽ ഒരിക്കലും മൃതമല്ലാത്തത്, അല്ലെങ്കിൽ നാശമില്ലാത്തത്, അക്ഷയമായത്, ക്ഷയിക്കാത്തത്, ശാശ്വതമായതും എന്ന് പറഞ്ഞാൽ സനാതനമായിട്ടുള്ളതും എന്നും തുടർന്നുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ആത്യന്തിക സുഖം എന്നാൽ ബ്രഹ്മസുഖം, അല്ലെങ്കിൽ മോക്ഷസുഖം, അല്ലെങ്കിൽ സമാധി സുഖം, എന്ത് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അതിൻ്റെ മൂലസ്ഥാനമായിട്ടുള്ള വ്യക്തിശൂന്യ ബ്രഹ്മം പറഞ്ഞു അല്ലെ, കുറേ പ്രാവശ്യം പറഞ്ഞു. വ്യക്തിശൂന്യം എന്ന് പറഞ്ഞാൽ നിഷ്കള ബ്രഹ്മത്തിൻ്റെ അടിസ്ഥാനവും ഞാൻ തന്നെയാണ് എന്നാണ് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ പറയണത്. ഓം നമോ ഭഗവതേ വാസുദേവായ. അപ്പം ഇതിൻ്റെ ഒരു സംക്ഷിപ്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. 14-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പ്രകൃതിജന്യമായ 3 ഗുണങ്ങൾ എപ്രകാരം ജീവാത്മാക്കളെ വിവിധ ശരീരങ്ങൾ സ്വീകരിക്കാൻ നിർബന്ധിതമാക്കുന്നു എന്നാണ് പറയുന്നത്. ഈ ജ്ഞാനം നേടുകയാണെങ്കിൽ ജീവാത്മാവിന് പൂർവീകരായ മുനിമാർ പ്രാപിച്ച പരമമായ സ്ഥാനത്തെ പ്രാപിക്കാൻ സാധിക്കും എന്നാണ് ഭഗവാൻ അർജുനനോട് അരുളി ചെയ്യുന്നത്. ഈ ജ്ഞാനം നേടിയവർക്ക് മഹാപ്രളയത്തിന് ശേഷം സൃഷ്ടി നടക്കുമ്പോൾ ജനിക്കേണ്ടതായോ പ്രളയകാലത്ത് നശിക്കേണ്ടതായോ വരില്ല. മഹത്തായ ബ്രഹ്മം അഥവാ പ്രകൃതി ഇവിടെ പ്രകടമാകുന്ന ഓരോ ജീവന്റെയും ഉൽപ്പത്തി സ്ഥാനവും ഭഗവാൻ ബീജപ്രദാതാവായിട്ടുള്ള പിതാവുമാണ്. അഥവാ ഈ ജഗത്തിൻ്റെ മുഴുവൻ മാതാവും പിതാവും ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണ്. അതേ മൂലപ്രകൃതിയിൽ നിന്ന് രൂപം പ്രാപിച്ച സത്വരജതമോ ഗുണങ്ങൾ അനശ്വരനായ ജീവാത്മാവിനെ നശ്വരമായ ശരീരത്തിൽ തളച്ചിടുന്നു. സത്വഗുണം ജ്ഞാനമയവും പവിത്രവുമാണ് എങ്കിലും അത് ജീവനെ സുഖം എന്ന സങ്കല്പത്തിൽ കെട്ടിയിടുന്നു. രജോ ഗുണം ആസക്തിയെയും ലോഭത്തെയും അതിനാൽ സംഘർഷങ്ങളെയും ജനിപ്പിച്ച് ജീവാത്മാവിനെ ദുഃഖപൂർണമായ ബന്ധനത്തിലാക്കുന്നു. പക്ഷേ തമോ ഗുണമാകട്ടെ ആ ആത്മാവിനെ പൂർണ്ണമായും അജ്ഞാനത്തിലും അതിനാൽ നീച യോനികളിൽ ജനിക്കാനും നിർബന്ധിതമാക്കുന്നു. ഈ ഗുണങ്ങൾ സമയാസമയമനുസരിച്ച് ഒന്ന് മറ്റൊന്നിനെ കീഴ്പ്പെടുത്തി തൻ്റെ പ്രഭാവം ജീവാത്മാവിൽ പ്രകടമാക്കുന്നു. എല്ലാ ഇന്ദ്രിയ വ്യാപാരങ്ങളും ജ്ഞാനത്തോടും വിവേകത്തോടും കൂടെയാണ് എന്ന് കണ്ടാൽ ഒരു വ്യക്തിയുടെ സ്വഭാവം അല്ലെങ്കിൽ പ്രവൃത്തികള് ജ്ഞാനത്തോടും വിവേകത്തോടും കൂടിയാണ് എന്ന് കണ്ടാൽ ആ വ്യക്തി സത്വഗുണിയാണ് എന്ന് മനസ്സിലാക്കാം. രജോ ഗുണി സദാസമയം ഫലേച്ഛയോടെ കർമ്മനിരതനും ലോഭിയും ആഗ്രഹ നിർവഹണത്തിന് കഠിനമായ ഏതു പ്രവർത്തനത്തിലും ഏർപ്പെടാനും ഏർപ്പെട്ടുകൊണ്ടിരിക്കും. തമോ ഗുണി അവിവേകിയും അലസനും ചെയ്യുന്ന പ്രവർത്തികളെല്ലാം അപൂർണവും ത്രുടിയോടുകൂടിയതും മനോരാജ്യം കെട്ടിപ്പടുക്കുന്നവനുമായിരിക്കും. സത്വഗുണത്തിൽ വർത്തിക്കുമ്പോൾ പ്രാണത്യാഗം ചെയ്യുന്നവർ ഉത്തമജ്ഞാനികളുടെ പുണ്യലോകങ്ങളിലും, രജോ ഗുണത്തോടെ പ്രാണത്യാഗം ചെയ്യുന്നവർ കർമാസക്തരും ലോഭികളുമായവരുടെ ഇടയിലും, തമോ ഗുണത്തിൽ മരിക്കുന്നവർ മൂഢയോനികളായ പക്ഷി മൃഗാദികളിലും ജനിക്കുന്നു. സാത്വികമായ കർമ്മങ്ങളുടെ ഫലം പുണ്യദായിനിയും പവിത്രവുമാകവേ രാജസകർമ്മങ്ങൾ ദുഃഖപ്രദവും താമസകർമ്മങ്ങൾ അജ്ഞാനദായകവുമാണ്. സത്വഗുണി ഉയർന്ന ലോകങ്ങളെ പ്രാപിച്ച് ജ്ഞാനിയും ദേവതയുമായി മാറുമ്പോൾ രജോ ഗുണി ഭൂമിയിൽ കഠിനാധ്വാനം ചെയ്യാനും തമോ ഗുണിയായിട്ട് നീചകർമ്മങ്ങൾ ചെയ്തവർ അധോലോകമായ പക്ഷി മൃഗാദികളായി ജനിക്കാനും വിധിക്കപ്പെടുന്നു. അതിനാൽ ഒരിക്കൽ മനുഷ്യ ജന്മം കിട്ടിയാൽ എന്നും മനുഷ്യനായി തന്നെ ജനിക്കും എന്ന് പറയാൻ പറ്റില്ല. ആരാണോ ത്രിഗുണങ്ങളെ ശ്രദ്ധിക്കാതെ ആത്മാവിനെ മാത്രം ആദരിക്കുന്നത് ആ വ്യക്തി പരമപദം പ്രാപിക്കുന്നു. അപ്പോൾ അർജുനൻ ചോദിച്ചു, അത്തരം ത്രിഗുണാതീതനായ വ്യക്തിയുടെ ലക്ഷണം എന്താണ്? ഭഗവാൻ പറയുകയാണ്, സത്വഗുണ ലക്ഷണമായ ജ്ഞാനത്തെയും രജോ ഗുണലക്ഷണമായ ലോഭപ്രവൃത്തിയെയും
തമോ ഗുണ സ്വഭാവമായ ആലസ്യം, ഉന്മാദം തുടങ്ങിയ ലക്ഷണങ്ങളെയും ഗൗനിക്കുകയോ ദ്വേഷിക്കുകയോ ചെയ്യാതെ ഉദാസീനനായി ഇത് ആത്മാവിൻ്റെ അല്ല, പ്രകൃതിയുടെ ഗുണമാണ് എന്നറിഞ്ഞ് സ്തുതി, നിന്ദ, സുഖം, ദുഃഖം, സ്വർണം പോലെ വിലയേറിയതാവട്ടെ, മണ്ണ് കട്ട പോലെ നിസ്സാര വസ്തു ആയിക്കോട്ടെ, ശത്രുവോ മിത്രമോ ആയിക്കോട്ടെ, എല്ലാം സമമായി കണ്ട് മാനാപമാന ചിന്തയില്ലാതെ എല്ലാവിധ ഫലേച്ഛയോടും കൂടെയുള്ള കർമ്മങ്ങളും ഉപേക്ഷിച്ചവനും അചഞ്ചലമായ ഭക്തിയിലൂടെ ഭഗവത് ഉപാസന ചെയ്യുന്നവനുമായവൻ ത്രിഗുണങ്ങളെ അതിക്രമിച്ച് ബ്രഹ്മത്വം പ്രാപിക്കുവാൻ യോഗ്യനായി അവിനാശിയായ ബ്രഹ്മത്തിൻ്റെയും ശാശ്വത ധർമ്മത്തിൻ്റെയും പരമാനന്ദത്തിൻ്റെ ഉറവിടവുമായ ഭഗവാനെ പ്രാപിക്കുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ.